ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അൻവീസ് വേൾഡ്. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ്. നമ്മുടെ മീനുക്കുട്ടിയുടെ പിറന്നാളാണിന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു കേക്ക് വാങ്ങിക്കാനായിട്ട് നമ്മുടെ എറണാകുളത്തുള്ള കേക്ക് ഹട്ടിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഓൺലൈനായിട്ട് ഇവിടുന്നൊരു കേക്ക് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണെന്ന് തോന്നിയുണ്ട് നേരിട്ട് വന്ന് വെറൈറ്റി എന്തൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട് വന്നതാണ്. പക്ഷേ വന്നപ്പോഴേക്ക് ഏറെക്കുറെ സ്റ്റോക്കൊക്കെ തീർന്നിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ചോക്ലേറ്റ് ടഫിൾ കേക്ക് വാങ്ങിച്ചിട്ട് മോളുടെ പേര് എഴുതിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആ കേക്കിൽ ലൈവായിട്ട് അവരെ കൊണ്ട് പേരൊക്കെ എഴുതിച്ചെടുത്ത് അതുമായിട്ട് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടുത്തെ ആൾ വളരെ മനോഹരമായിട്ട് തന്നെ അതിൽ പേരൊക്കെ എഴുതി തന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നൊരു ബ്ലൂബെറി കേക്ക് വാങ്ങിച്ചിരുന്നു. വളരെ ഫ്രഷായിട്ട് നമുക്ക് കേക്ക് ഇവിടെ നിന്ന് കിട്ടും, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇത് അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വേറെ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ ഫിക്സ് ചെയ്ത് ഞങ്ങളതിൽ പേരൊക്കെ എഴുതിച്ചെടുത്തു. കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ലേ? ഒരു മിറർ എഫക്റ്റൊക്കെ കിട്ടുന്ന നല്ലൊരു കേക്കാണിത്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ സിമാട്ടിയിലേക്ക് പോയി കുട്ടികൾക്കെല്ലാം ഡ്രസ്സ് എടുത്തു. പിറന്നാൾ പ്രമാണിച്ച് കൊച്ചിനും ആൻറ്റിയും ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടെയാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെലിബ്രേഷൻ ഒന്നുമില്ല, കൊറോണക്കാരല്ലേ, നമ്മൾ വീട്ടുകാർ മാത്രം. പുതിയ ഉടുപ്പൊക്കെ കിട്ടിയതിൽ ശ്രീകുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടെ ചെന്ന് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചു. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ സദ്യ റെഡിയായിരുന്നു. ആൻറ്റി നല്ല ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി പപ്പടം, പഴം, പായസം ഉൾപ്പെടെ സദ്യ, ഇറച്ചി, മീനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൊച്ചുണ്ടാപ്രിയാണെങ്കിൽ ഇവിടെ ചിക്കൻ കാല് കടിച്ചു വലിക്കുന്ന തിരക്കിലാണ്. സദ്യ കഴിഞ്ഞപ്പോൾ കഴിക്കാൻ ഐസ്ക്രീമും റെഡിയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും കൂടെ ചായയും പഴംപൊരിയും ഉണ്ടാക്കുന്ന തിരക്കിലായി. പഴംപൊരി ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ കൂട്ട് തയ്യാറാക്കിയത് ലതാൻറ്റിയാണ്. ലതാൻറ്റിയുടെ കൈ കൊണ്ട് എന്ത് റെഡിയാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതാണ് ഞങ്ങളുടെ സ്നേഹനിധിയായ ലതാൻറ്റി. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ. ഒരു ഭിത്തി നിറയെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോസാണ് ഇവിടെ. ഇത് ഞങ്ങളുടെ അമ്മൂമ്മയാണ്, പപ്പയുടെ അമ്മ. ഇത് അപ്പൂപ്പനും അമ്മൂമ്മയും ഒന്നിച്ചുള്ളൊരു പഴയ ഫോട്ടോ. അടുക്കളയിൽ ഇപ്പോഴും എല്ലാവരും കൂടെ പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലാണ്.
അങ്ങനെ ഞങ്ങളുടെ ചായയും പഴംപൊരിയും റെഡി ആയപ്പോഴേക്കും ഞങ്ങളുടെ കുഞ്ഞാവ് എണീറ്റിങ് വന്നു. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയ ടീ ബ്രേക്ക്. ഞങ്ങളുടെ കുഞ്ഞുവാവ ഒറ്റയ്ക്കിരുന്ന് ഡീസൻ്റായിട്ട് ചായ കുടിക്കുകയാണ്. അതിൻ്റെ വീഡിയോ മീനിക്കുട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വായിന്ന് ഇച്ചിരി ചോർന്നു. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മീനുകുട്ടിയുടെ പിറന്നാൾ വിശേഷങ്ങൾ. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കി ഓൾ കൊടുക്കണം. എങ്കിലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.